ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുള്ളത് നല്ല അടിപൊളി ഓഡിറ്റോറിയത്തിലാട്ടോ. ഇന്നത്തെ വ്ളോഗ് നല്ല സൂപ്പർ വ്ളോഗ് ആയിരിക്കും. ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടാണ് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട്. കാരണം കുറെ ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ നല്ല അടിപൊളി വ്ളോഗ് എടുക്കുകയും ചെയ്യും, അത് ഗംഭീരാക്കുകയും ചെയ്യും. ചെക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാരും വെൽക്കമിങ് ഡ്രിങ്ക് കൊടുക്കുന്ന പരിപാടിയിലാണ്. പിന്നെ നമ്മളിതാ ഉള്ളത് എന്താ കുരിക്കാസ് ഓഡിറ്റോറിയം പൂനൂരാണ്. സ്വന്തം ചക്കരന്റെ കല്യാണാണെന്ന്, ബേസിക്കലി നിക്കാഹ്. എന്നാവാ നമ്മളെന്തായാലും വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്ന ചെക്കന്മാരൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തതാണ്. ഇതാണ് നമ്മളെ മുത്ത് കണ്ണിലുണ്ടിയായ അഫ്സൽ. ഒരു ആദ്യമായിട്ടാണ് ക്യാമറയിലൊക്കെ വരുന്നത്. അതിന്റെ ഒരു സ്റ്റാറ്റിക് ട്രിപ്പിൾ ആണ്. അപ്പൊ കല്യാണത്തിന്റെ ബാക്ക് സ്റ്റേജിലാണ് നമ്മളുള്ളത്. ബേസിക്കലി ഇത് അടുക്കള, കിച്ചൺ, എല്ലാരും ഞാൻ മെയിനായിട്ട് കല്യാണത്തിന് പോകുന്നതിനാ ഫുഡ് അടിക്കാൻ. അപ്പൊ ഫുഡ് അടിക്കാൻ എന്താവണം? ഫുഡ് വേണം, ആൾക്കാർ വേണം. ഇവിടെയാണ് എല്ലാരും ഉള്ളത്. എല്ലാരും ഫുള്ള് തിരക്കിലാട്ടോ. പായസവും പിന്നെന്താ മറ്റേതിന്റെ ഇന്ന് ബീഫ് മന്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മളെ ആദ്യം ഉണ്ട്, അഫ്സലുണ്ട്, ഇബാദുണ്ട്, എല്ലാരും ഇവിടെ ഉണ്ട്. ഞങ്ങളെ പേരെന്തേലും? എന്റെ പേര് നാജിൻ ഖാൻ ഒക്കെ ഉണ്ട്. ഇഞ്ചു കഥ നമ്മളെ ഡ്രിങ്കില് ക്യാരറ്റ് ചെത്തിയിടുന്ന പരിപാടിയിലാണ്. ഇതൊക്കെ നമ്മുടെ മച്ചാന്മാരാണ്. എല്ലാരും തിരക്കിലാട്ടോ. നമ്മളെ കല്യാണം ഒന്ന് ഉഷാറാക്കാൻ എല്ലാരും 100% എഫേർട്ട് എടുക്കും. ആദിൻ ഷാമാണ് നമ്മളെ. ഞാൻ ഇന്ന് ബ്ലോഗ് എടുക്കാൻ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത ചങ്ങായാണ്. പിന്നെ അത് ആ പൊരിച്ച ചിക്കൻ ഐസ്. എന്തായാലും ഇതാ നിങ്ങളെ പിള്ളേരെ പിന്നെ എന്ത് നോക്കാനാ? അതൊക്കെ അത്രേ ഉള്ളൂ. ഇതായിട്ടില്ല നല്ല അടിപൊളി പൊരിച്ച മീന് ചിക്കൻ. ഇതാ ബാക്കി ചിക്കൻ വേവാൻ നിൽക്കുന്ന ചിക്കൻ മന്തി, ബീഫ് മന്തി, എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ വെൽക്കമിങ് ഡ്രിങ്ക് കൊടുത്തോണ്ടിരിക്കുക. എംഷിക്ക ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുന്നു. എംഷിക്ക ഇതെന്താ ഇത്രയും അരിഞ്ഞില്ലേ? എടാ ഇതൊന്നും എടുക്ക്. പരിപാടി ജംഷിക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോ ഇന്ന് നല്ലോണം ഫുഡ് അടിക്കാനുള്ള. ഇല്ല, മെയിൻ കാർ പ്രേമിയായ ഫായിസ് ഉണ്ട് നമ്മളെ കൂടെ. നല്ലടാ. ഫുൾ ബിസി ആട്ടോ. കർബൂസിയും കക്കിരിയും നമ്മുടെ സിറാജ് മാമൻ, എന്റെ സ്വന്തം മാമനാണ്. ഇന്നത്തെ കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കൂലേ? അടിച്ചു പൊളിക്കും. ഇപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞാനും എന്റെ ചെക്കന്മാരും വെൽക്കമിങ് ഡ്രിങ്ക് ഒക്കെ ഫുള്ള് സെറ്റാക്കി. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്ത് കല്യാണത്തിന് വന്ന ഹാളിലുള്ള പിന്നെ ഒരുപാട് ഫണ്ണി വിഷ്വൽസും മൂമെന്റ്സും വരാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. അപ്പൊ ഗൈസ്, വെൽക്കമിങ് ഡ്രിങ്ക് ഒക്കെ സെറ്റാക്കി അവിടെ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും വെൽക്കമിങ് ഡ്രിങ്ക് കൊടുത്തത്. ഇത്രയും നേരം അവിടെ വെയിലത്ത് നിന്ന് സെക്യൂരിറ്റി ഗാർഡിന് മാത്രം ആരും കൊടുത്തില്ല. അപ്പൊ ഞാൻ അന്നേരം തന്നെ പോയി കൊടുത്തിട്ടോ. ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തെന്ന് സവാഡിലാണ്. കബിൽത്തു ഇൻ ദ സ്വാൽ. ഓനെ അറിയൂല കേട്ടോ. കബിൽത്തു അറിയില്ല സത്യം. കബിൽത്തു ഡബിൾ ടു മൂത്തടിക്കുമ്പോൾ അങ്ങനെ പറയല്ലേ? എന്നെ 2 പ്രാവശ്യം ഞാൻ പാടിച്ചാട്ടെ. കഴിഞ്ഞല്ല വർത്താനം. ഒരു മീൻ പോച്ചാലേ ഇങ്ങെടുത്തോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അല്ലേ സവാഡിയ? വത്തൊക്കെ കട്ട് ചെയ്യാത്ത ഇവരാരും വത്തൊക്കെ ഒരു അനാഥരായിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മള്. അപ്പൊ ഗൈസ്, എല്ലാവിധ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് തരുമല്ലോ. ഒരു ഫ്രൂട്ട് മാത്രം മറന്നുപോയി, നമ്മളെ സ്വന്തം വത്തക്ക. അപ്പൊ അങ്ങനെ അവസാനം നമ്മളെ സബാട്ടി വത്തക്ക കണ്ടുപിടിച്ച് ഇത് മുറിച്ചിക്കില്ല എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി വത്തക്ക മുറിക്കാൻ തുടങ്ങി ഗൈസ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മളെ ആദ്യത്തെ കല്യാണം ഇല്ലടാ. 21 വയസ്സിലോ? ഈ 2 മാസം കൂടി കഴിഞ്ഞാലേ 18 ആവുള്ളൂ. എന്നിട്ട് ചിന്തിക്കാന്നാണ് ഉമ്മ പറഞ്ഞത്. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്, എന്നെ തടയരുത്. അച്ഛനുള്ളൂ വയനാടല്ല
പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗായ്സ്, അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മളെ ചെക്കൻ്റെ നിക്കാഹ്. അപ്പോൾ നിക്കാഹിൻ്റെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കുന്നത്. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. ഫാത്തിമ ഷിഫാന എന്നവർ നിങ്ങൾ ഈ ഒരു മഹത്തിന് പകരം നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിന് കൂട്ടിച്ചേർത്തതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വാളനും പിന്നെ ബടവാട്ടിന്റെ ബാപ്പയും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇങ്ങോട്ട് വാ. സെക്കൻഡ് ഫൈനലി ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ചു. എന്താണ് പറയാനുള്ളത്? ഇയാളെ പേര് പറയും? മുനവർ. പിന്നെ നമ്മളെ ഫാത്തിമ ഷിഫാനന്റെ വരനാണ്. പിന്നെ ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഫുള്ളി ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി. ഒഫീഷ്യലി മാരീഡ്. യൂട്യൂബിലൊക്കെ ഇടും. യൂട്യൂബ് ചാനൽ നിങ്ങളെ ഫ്രണ്ട് ഒഫീഷ്യലി മാരീഡ്. അടിപൊളി. ആൾക്കാർക്ക് കോഡ് അറിയോ നോക്കട്ടെ. കപിൽ തു അറിയില്ല. മുത്താപ്പാണ്. ബഷീർക്ക് നമ്മളെ ദുബായിലുള്ള എല്ലാവരും ഇത് കാണും. ഒന്നും പറയാനുള്ള അടിപൊളി. സബ്സ്ക്രൈബ്. അപ്പൊ ഗൈസ്, ഉസ്താദുമാരും നമ്മളെ ഇവിടെ വന്ന ഗസ്റ്റുകളും എല്ലാവരും മന്തി അടിക്കുന്ന പരിപാടിയിലാണ്. ബീഫ് മന്തി, ചിക്കൻ മന്തി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പോസിബിൾ ആക്കിയത് വേറെ ആരുമല്ല, നമ്മളെ ഫ്രണ്ട്സ് സബാട്ടി ടീം. അപ്പൊ ഗൈസ് ഇങ്ങോട്ട് വാ. നമ്മളെ ഫ്രണ്ട്സുകൾ, ചങ്ങായിമാര് സബാട്ടി, എബി, അഫ്സൽ ഇവരൊക്കെ ആണ് ഫുഡ് വിളമ്പുന്നത്. അപ്പൊ ഇവരെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇവർക്കൊക്കെ ഫുഡ് കിട്ടുന്നത്. നമുക്ക് ഓലപ്പുഴ. അപ്പൊ ഗൈസ് ഫൈസ് ഉണ്ട്, ഹാദി ഉണ്ട്, പിന്നെ ധവനുണ്ട്, ചെക്കന്മാര്. ഹായ് മാൻ, എന്താണ് പേര്? ഇതൊക്കെ നമ്മുടെ ചെക്കന്മാരെ ടീം കേട്ടോ. ചെക്കന്മാരെ ടീമിൽ ഒരു സൂമിൻ. ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി ഇങ്ങോട്ടോ. നമ്മളെ മുനവർ ഒഫീഷ്യലി കപിൽ 222 ആയി. പിന്നെ നമ്മളെ ചെക്കന്മാരെ ടീം. പിന്നെ ഇവരാണ് ഫുഡ് കൊടുക്കുന്നത്. ഇതാട്ടോ ഹാദി, നമ്മളെ മീൻ പൊരിച്ച് കൊടുക്കുന്ന ഹാദി. പിന്നെ ബാക്കിൽ വരുന്നതാണ് അഫ്സല്. പിന്നെ ഇത് റാൻഡം പീപ്പിൾ, ഇവരൊന്നും അറിയില്ല, പരിചയപ്പെടണം. സബാട്ടി, ദ വൺ ആൻഡ് ഓൺലി സബാട്ടി. നമ്മുടെ സിറാജ് ഖാന്റെ മോനാണ് സബാട്ടി. ഇങ്ങോട്ട് വാ. സബാട്ടിന്റെ ഒരു സൂമിൻ. സബാട്ടിയാണ് മീൻ പൊരിച്ച് കൊടുക്കുന്നത്. ഫുള്ള് മന്തി ഉണ്ട്, ചിക്കൻ മന്തി, ബീഫ് മന്തി അടിച്ചോടാണ്. പിന്നെ മണവാട്ടിനിടുന്നായിട്ട് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് സ്റ്റേജിൽ കയറൂല. അതിന് അപ്പൊ ഗൈസ് ദാ ഫുഡ് അടിക്കാൻ ഇരിക്കുകയാണ്. ഒരു ഗുഡാക്ക് ഇത് ലേശം കുറഞ്ഞു പോയില്ലേ? അതെ, ഗൈസ് ഇത്ര ചോറേ കഴിക്കുള്ളൂ. ഫുൾ ഡയറ്റ് പ്ലാൻ ആണ്. Wait a minute. Who are you? കല്യാണമൊക്കെ കഴിച്ച് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മളതാ കൈ കഴിക്കുകയാണ്. இங்க வந்த ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ எல்லாம் உன்னால தான்டா. பாய். സബാട്ടിയോ ഹാദിയോ ഒക്കെ വേർത്ത് ഫുള്ള് പണിയിലാണ്. ആദ്യ നമ്മുടെ കുടുംബക്കാരാണ്. ബ്രോ ഒരു പീസ്. മന്തി സൂപ്പറോ? ഒന്നുകൂടി പറയും. താങ്ക് യുടാ. മന്തി സൂപ്പർ എന്നാണ് ചങ്ങായി. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യമൊക്കെ എപ്പോഴും അഫ്സലൊക്കെ എപ്പോഴും ഓൺ വർക്കാണ്. എല്ലാവരും ക്ഷീണിതരായി.
ഇവിടുന്ന് മന്തി റൈസ് എടുക്കുക, അല്ല ചൂടോടെ മന്തി റൈസും ചിക്കൻ പൊരിച്ചും ഒക്കെ ഇവിടുന്ന് എടുക്കുക. അതാണ് മന്തി റൈസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യാം. ഇതാണ് മണവാളൻ ടീമിൻ്റെ ഫോട്ടോഷൂട്ട്. ഇതാണ് മണവാളൻ്റെ ടീമിൻ്റെ Yeah, boy. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ ചക്കരയും മുനവറും കല്യാണമൊക്കെ കഴിച്ച് നിക്കാവൊക്കെ കഴിച്ച് ഓരോ സ്റ്റേജിൽ കയറുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് അതിനൊക്കെ വിശ്വസിച്ച് ഞാൻ ആദ്യമായിരിക്കും. ഇനി നമുക്ക് ഓലാണം ചെയ്യും. ഇങ്ങോട്ട് വാ. അപ്പൊ ഗൈസ് ഒഫീഷ്യലി വന്നോ? ആളെ കിട്ടി ഗൈസ്. നെറ്റിമേൽ ഉമ്മോടിക്ക് അടുത്ത റീലോടി വരാണ്ട് കറക്കുന്നോ ഒരു പൊട്ടോടി വരാണ്ട് അതിലൊരു ഉമ്മയും കൊടുക്കാം. ഓക്കെ, അടുത്തതിലൊരു ഉമ്മയുണ്ടാവും. ഹൈ ഗൈസ്, നമുക്കൊരു മൊഞ്ചനെ കാണാം. ഇവിടെ കല്യാണത്തിന്റെ സൈഡിൽ കിട്ടിയതാണ്. എന്താണ് ബ്രോ പേര്? ഷഹൽ ഗൈസ്, ഷഹൽ എന്നാണ് പേര്. നമുക്ക് ഷഹല് പെൺവീട്ടുകാരോ ചെക്കൻ വീട്ടുകാരോ? ചെക്കൻ വീട്ടുകാരാണ്. നമ്മളെ മുനവറിന്റെ ദോസ്താണ്. അപ്പൊ ഷെഹനാണ്. ഞാനിവിടെ യാദൃശികമായിട്ട് കല്യാണപുരയിൽ ഒരു മൊഞ്ചൻ ചെക്കൻ വന്നേരം നമ്മൾ പോയി സംസാരിക്കണല്ലോ, ഓഫ് കോഴ്സ്. പിന്നെ ഹലോ ഗൈസ്, അപ്പോൾ ബേസിക്കലി എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റി. ബേസിക്കലി മിസ്റ്റർ ഷെഹൻ നമ്മുടെ മണവാളൻ്റെ അനിയനാട്ടോ. അപ്പോൾ അനിയനാന്ന് അറിയാണ്ടാണ് ഞാൻ ദോസ്ത് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് മിസ്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വാപ്പ ബഹ്റൈനിന്ന് നമ്മുടെ കല്യാണത്തിന് ചെക്കനും കുട്ടിക്കും വായിക്കേണ്ടിട്ട് കേക്ക് അയച്ചാട്ടോ. ഇപ്പോഴാണ് അറിയുന്ന കേക്ക് വന്നിരിക്കുന്നൊക്കെ. അപ്പൊ എന്തായാലും ഓല് രണ്ടാളും സ്റ്റേജിൽ കയറിയിട്ട് വേണം കേക്കൊക്കെ കൊടുക്കാൻ. പിന്നെ അവരുടെ നിക്കാഹിന്റെ ചൊല്ലലും കബിൽത്തു ഡബിൾത്തു അതൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തേക്ക്. പിന്നെ ഈ കേക്ക് എങ്ങനെയെങ്കിലും ആരും അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ എടുക്കണം. കേക്ക് ഇപ്പൊ തൽക്കാലം ഇവിടെ നോടല്ലേ അവസര? യെസ്. ഹലോ ഗൈസ്, അപ്പൊ എന്റെ വാപ്പ ബഹ്റൈനിൽ കേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് മണവാട്ടിക്കും മുറിക്കേണ്ടിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ട് ബാക്കി പരിപാടി. എന്നാ വാ കേക്ക് മുറിക്കാം. ഞങ്ങള് ചുറ്റിലും നിക്ക് ബാക്കോട്ട് നിക്ക്. ഉമ്മ ബാക്കോട്ട് നിക്ക്. വാ എടാ, എടുത്തേക്ക്. അപ്പൊ ഗൈസ്, നമ്മളിതാ കേക്ക് മുറിക്കാൻ പോവാണ്. ഫുള്ള് സെറ്റ് ആട്ടോ. ദ ഷിഫാന ആൻഡ് മുനവർ. എന്നാ മുറിച്ചോ, രണ്ടാളും കൈ പിടിച്ച് മുറിച്ചോ. കേക്ക് മുറിക്കാം. എല്ലാരും വന്നില്ല. അപ്പൊ ഗൈസ്, നമ്മളിതാ കേക്ക് മുറിക്കാൻ പോവാണ്. ഇതാട്ടോ കേക്കിന്റെ ഒരു ക്ലോസ്. യെസ്, ഇനി വരാം.
അപ്പൊ ഗൈസ് ന്യൂലി മാരീഡ് ആണ്. നമ്മളെ കേക്ക് മുറിക്കാൻ പോകുന്നു. ഫാമിലി മുഴുവൻ ഇതുണ്ട്. ഇതൊക്കെ നമ്മുടെ ഷിഫാന കേട്ടിന്റെ കുടുംബക്കാര്. നമ്മൾ മുറിക്കാം. അപ്പൊ ഗൈസ് ഇതാണ് അച്ചു, സിയാദ് ഒക്കെ നമ്മളെ സബാദിന്റെ ഫ്രണ്ട്സ് ആണ്. പിന്നെ ഇത് നമ്മളെ ചെക്കന്മാര് അച്ചു, ജിമ്മൻ, ദ അച്ചു, ദ വൺ ആൻഡ് ഓൺലി. അപ്പൊ ഗൈസ് ലിസിൻ ഫോട്ടോസ് ഉണ്ട്. ഗൈസ് 20 ബസ് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ പോകുന്ന 20 ബസ്സിൽ ഉടമയായിട്ടുള്ള 20 ബസ്സിൽ ഉടമയുള്ള ചെങ്ങായാണ്. ഒരു സാധാരണക്കാരെ പോലെ ഒരു പാവപ്പെട്ട കോടീശ്വരൻ ഇവിടെ ഇതാ നമ്മളെ എൻഗേജ്മെന്റ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു ഹായ് പറയൂ. ഹലോ. ശരിക്കും കോളിലാണോ അല്ലേ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇങ്ങോട്ട് വാ. 20 ബസ് തിരക്കാ ഗൈസ്. ഫുൾ ബിസിയാണ്, ഫുൾ ബിസി. ചാനലിന്റെ പേര് ദാനിഷ് ടോക്ക്. സബ്സ്ക്രൈബ് ചെയ്യൂലേ? ഹലോ ഗൈസ്, അപ്പൊ എന്തിനാ നമ്മളെല്ലാരും ഓടുന്നതല്ലേ നിങ്ങൾ എന്തിക്കുന്നത്? ബേസിക്കലി മണവാളന്റെ ടീം മണവാട്ടിക്ക് കൊടുത്ത ഒരുപാട് മുട്ടായിയായിട്ട് ഓടുക കേട്ടോ അയാള്. കിട്ടി. അയ്യോ നമുക്ക് കഴിക്കാം. ഏറ്റവും വലിയ കോമഡി ഒരുത്ത വണ്ടി എടുത്ത് വരുന്ന ഓടി എത്തായിട്ട് മുട്ടായി കഴിക്കാം കേട്ടോ. ഞാനെടുത്ത് മുട്ടായി എടുത്ത് ഓടി. അഫ്സല് മുട്ടായി എടുത്ത് ഓടി. വലിയ ടൊബ്ലറോട് എടുത്ത് ഓടി. വയറാദ്യം എടുത്തു തുടങ്ങി. ഞാൻ അവൾ കൊടുത്ത കേട്ടാ. സംഭവം ഇത് ചെക്കൻ വീട്ടുകാര് കുട്ടിക്ക് കൊടുത്തതോ അല്ലെങ്കിൽ കുട്ടി ചെക്കൻ വീട്ടുകാർക്ക് കൊടുത്തതോ എന്തോ ഒന്നാണ്. അതെ, അതൊന്നും പോലെ നോക്കില്ല. കിട്ടിയത് എന്താ നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്ക് ഗൈസ്, ഒരു പീസ്. ചോക്ലേറ്റ് കള്ളന്മാർ ഗൈസ്, ചോക്ലേറ്റ് കള്ളന്മാർ. സൂപ്പർ. ഇങ്ങനത്തെ അവസരങ്ങളിൽ കഴിക്കുന്ന മുട്ടായിക്ക് ഒരു വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ. ഓല് രണ്ടാളും ഓടി എത്താത്തോണ്ട് ഇതാ കാറില്ലേ? ഇതാ കാറ്. ഫെറാറോ റോഷർ ഇതില്ല. അതേതാ ഫെറാറോ റോഷർ? കേക്കൊക്കെ എടുത്ത് വരുന്നു. നൗഷാദ് വിത്ത് അമേസിങ് കേക്ക്. ഗൈസ് ഇതാട്ടോ മണവാളന്റെ BMW KLA BP 3355.